ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇതേ ഇന്ന് രാമൻ്റെ സ്കൂളിൽ അവന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഡ്രസ് കോഡാണ് വൈറ്റ് ടീഷർട്ടും പിന്നെ ജീൻസും ബ്ലാക്ക് ആണ് കേട്ടോ കളറ്. അപ്പോൾ ഇതേ രാമൻകുട്ടൻ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് സെലിബ്രേഷനും വ്യാഴാഴ്ച EVS എക്സാം കഴിഞ്ഞപ്പോൾ അവർക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ അവനെ വിട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ 2 ദോശയും പിന്നെ തക്കാളിക്കറിയും പിന്നെ നമ്മുടെ മീൻ ബൂസ്റ്റ് ചായയുമാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സമയത്ത് അജുക്കുട്ടന് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കി ഞാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളുള്ള ദിവസമാണ്. എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും എഴുതി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബുക്ക് എടുത്തുകൊണ്ടൊന്ന് പേനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിരുന്ന് എന്തൊക്കെ എഴുതണം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വിശന്നപ്പോൾ ഞാനും അജുക്കുട്ടനും കൂടി നട്ട്സ് എടുത്ത് കഴിച്ചു, അതായത് കാഷ്നട്ട് എടുത്ത് കഴിച്ചു. പിന്നെ അപ്പോൾ അതുപോലത്തെ പരിപാടികൾ, ബെഡൊക്കെ മടക്കിയിടുക, പേരയൊക്കെ അടിക്കുക, 2 റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ കൊട്ടിയിടാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഹാളടിക്കുക, ഹാളിലെയും സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം വൃത്തിയാക്കി ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫൈനലി ഇത് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അടുക്കളയിലെ ബെർത്തും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ കുടിക്കാൻ വെള്ളം വെക്കണമായിരുന്നു, അപ്പോൾ തിളപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു, രാവിലെ നമ്മൾ കഴിച്ചതൊക്കെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി വയ്ക്കാം കേട്ടോ. അങ്ങനെ പാത്രങ്ങളും കഴുകിയതേ കുറച്ച് നേരം വെറുതെ ഇരുന്ന് വന്നപ്പോഴേക്കും 12:20 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 25 ആവുന്നു. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ബാഗാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന ഉടനെ ആ ബാഗ് അങ്ങനെ എടുത്ത് വെക്കും. അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്നും മാറ്റില്ല. പിന്നെ എവിടെയെങ്കിലും പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ആ ബാഗ് ഞാൻ നോക്കാറുള്ളൂ. ഇപ്രാവശ്യം ബാഗിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും മാറ്റാനുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാഗിൽ ആ സമയത്ത് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ അപ്പം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ബാഗിലുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ മാസം എനിക്ക് ഡോക്ടറിൻ്റെ ചെന്നപ്പോൾ ചെയ്ത ഗ്രോത്ത് സ്കാനിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം മറ്റുള്ള മുന്നേ ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെക്കാനത് ഈ പിങ്ക് കാർഡ് കണ്ടോ. ഇതിലാണ് വെയിറ്റും പ്രഷറൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ കാർഡ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോകണം കേട്ടോ. കാരണം എപ്പോഴും നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് അതിലായിരിക്കും മെഷർ ചെയ്യണം. അജുക്കുട്ടൻ്റെ ആ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ചെയ്തു വെക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ കുറച്ച് നേരം കിടക്കാൻ കയറി കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഞാൻ എല്ലാം എടുത്ത് നോക്കി കറക്റ്റായിട്ടില്ലേ. എപ്പോഴും ഇത് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് എല്ലാ ഗർഭിണികൾക്കും ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബേബിയുടെ കിക്ക് ചെയ്യുന്ന കൗണ്ട് ഉണ്ടല്ലോ. അത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ രാവിലെയും ഉച്ചയ്ക്കും രാത്രി നമ്മൾ ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ കിക്ക് കൗണ്ട് നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ ഞാനത് ഫോണിലാണ് എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പേപ്പർ എപ്പോഴും എടുത്തത് ചീത്ത ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ഡോക്ടറിന് കൊടുക്കണ്ടല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഈ ഫോണിൽ നിന്ന് നോക്കിയിട്ട് പേപ്പറിലോട്ട് ഡേറ്റും ഒക്കെ ഇട്ടിട്ട് ഞാൻ പകർത്തി എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതുപോലെ എവിടെ പോയാലും പിള്ളേർക്ക് എക്സ്ട്രാ ഡ്രസ്സും ഡയപ്പറൊക്കെ എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ രാമൻ പോരാത്തതിന് ഇന്ന് ജീൻസാണല്ലോ ഇട്ടുണ്ടും പോയേക്കണം. അപ്പോൾ ഇൻ കേസ് വല്ലതും നനഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ മാറ്റണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവനും എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി അവനെ സ്കൂളിൽ പോയി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പോയി കുളിച്ചൊക്കെ വന്നു. ഞാനപ്പോൾ കുറച്ച് കഞ്ഞിയും ഇത്തിരി അച്ചാറും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അജുക്കുട്ടന് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അവൻ ബ്രെഡാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഈ ടോപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് എടുത്തുകൊണ്ട് തന്നിട്ടോ. ഞാൻ ഓൾട്ടറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം എനിക്ക് ഇത്തിരി ലൂസായിട്ട് ഇടുന്നതാണ് കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ അതങ്ങനെ തന്നെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അജുക്കുട്ടൻ വീട്ടിലാണെങ്കിൽ ഉറങ്ങില്ല കേട്ടോ. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് യാത്ര ചെയ്ത് ഒന്ന് വണ്ടി കയറിയാൽ മതി, അവൻ അപ്പം തന്നെ ഉറങ്ങും. വീട്ടിലാണെങ്കിൽ കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, പകൽ ഉറങ്ങിയില്ല. അങ്ങനെ നമ്മൾ രാമൻകുട്ടൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കാരണം അവൻ 3 മണിയാകുമ്പോഴേക്കും വരും. നമുക്കാണെങ്കിൽ 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ഉള്ളത്. അപ്പോൾ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൂളിൽ വന്ന് അവനെ പിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അവൻ സ്കൂൾ നല്ല അടിപൊളിയായിട്ട് അലങ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുൽക്കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാമൻകുട്ടനെ പിക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് ഓൾറെഡി ടീച്ചർ മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാ പിള്ളേർക്കും നമ്മൾ ഒരു ജോഡി ഡ്രസ്സ് സ്കൂളിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ്റെ പാൻറ്റ് നനഞ്ഞപ്പോൾ ടീച്ചർ മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ഡോക്ടർ വന്നു. പിന്നെ എൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കി ഇന്ന അടുത്ത അപ്പോയിൻമെൻറ്റ് ഡേറ്റൊക്കെ തന്നു.
അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ 1 കിലോ വെയിറ്റ് ഞാൻ കൂടിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ പോന്നു. ഇനിയിപ്പോൾ അടുത്ത തവണ പോകണം. 30-ാം തീയതിയാണ് കേട്ടോ ഇന്നത്തെ അപ്പോയിൻമെൻറ്റ് എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് എപ്പോൾ പോയാലും പിന്നെ വിശപ്പിൻ്റെ വിളി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാത്തിയാത്താണ് കേട്ടോ. ഈ റോഡിൻ്റെ പേര് ചാത്തിയാത്ത് റോഡ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്തിരി നേരത്തെ അതൊരു 3:30-4 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളിവിടെ എത്തുമ്പോൾ. അപ്പോൾ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി വൈകി കഴിയുമ്പോൾ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആവും. ആദ്യം ഞങ്ങളിത് ഈ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി അതൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും ഞങ്ങൾ ഷെയറൊക്കെ ചെയ്ത് കഴിച്ചു. അത്യാവശ്യം എല്ലാവരുടെയും വയറ് നിറയാനുള്ളതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളത് സമൂസ ചാറ്റ് വാങ്ങാൻ വേണ്ടിയാണ് നിൽക്കണം. അപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് പാനിപ്പൂരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം പാനിപ്പൂരി വില പിടിച്ചില്ലെങ്കിലോ വയറിനെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കണത്. പക്ഷേ ഇവർ കഴിക്കണപ്പോൾ എനിക്ക് സഹിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാനത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് സമൂസ ചാറ്റ് വന്നു. സമൂസ ചാറ്റ് ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മളൊരു പോപ്സിക്കിളും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ പോപ്സിക്കിളാണ് കേട്ടോ. അങ്ങനെ അതും കൂടി കഴിക്കൽ ഞങ്ങളിത് ഇവിടെ കൊണ്ട് നിർത്തി. അപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അടുത്ത് ഞങ്ങളിത് CNG അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ ചെന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് ഓട്ടോകൾ ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് യൂബർ ഓടാൻ വേണ്ടി പോയി. ഞങ്ങളിത് അവിടെ നിന്ന് ബസ്സിനാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പിന്നെ തിരക്കായതുകൊണ്ട് പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. വീട്ടിൽ വന്നപ്പോഴാണ് അജുക്കുട്ടനെ എണീറ്റത്. അവൻ ബസ്സിൽ വെച്ച് ഉറങ്ങി. പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അവനെ സമാധാനിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ബുക്ക് വായിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വായിക്കുന്നത് ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് കേട്ടോ. അപ്പോൾ 3/4 ഭാഗത്തോളം ഞാനത് വായിച്ചിട്ടുണ്ട്. ബാക്കി പകുതിയും കൂടിയൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് റെഡിയായെന്ന് പറഞ്ഞ് അമ്മ വിളിച്ചു. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് കഴിക്കാനുള്ളത് ചപ്പാത്തിയും പരിപ്പ് കറിയുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു കൂളായിട്ടിരുന്നു. പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മരുന്നൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കണം. പിന്നെ ഞങ്ങളെപ്പോഴും നമ്മൾ സ്റ്റാറും ട്രീ ഒക്കെ വിട്ടിട്ടുണ്ടല്ലോ, അതിൽ ലൈറ്റൊക്കെ ഓഫാക്കി ഇടും കേട്ടോ. പ്രത്യേകിച്ച് ഇത് ബാറ്ററിയിലുള്ളതായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് നാൾ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഓഫ് ചെയ്തിടാറുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ വൈകുന്നേരം കത്തിച്ചിട്ട് രാവിലെ ആകുമ്പോഴാണ് ഓഫ് ചെയ്യണം? ഞാൻ എപ്പോഴും ഇവിടെ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ കിടക്കാറ്. ഇതും സ്റ്റാറിൻ്റെയും പിന്നെ നമ്മൾ ബാക്കി ഇട്ടേക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്യും. അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. കാരണം ഇത് നിൽക്കൂലേ അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് എല്ലാ ലൈറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓഫ് ചെയ്യും. ഈ ഇട്ടിരിക്കുന്ന ബൾബും ആ വൈറ്റ് കണ്ടില്ലേ, അതൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് കിടക്കണം. അങ്ങനെ ഫൈനലി പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ വന്നു കേട്ടോ. അപ്പോഴേക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.